ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മുകുന്ദ് നല്ല സന്തോഷത്തോടെ നമ്മുടെ ഗൗരി അമ്മയോട് വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഗൗരി അമ്മ എന്താ പറയണത്, നീ പൊട്ടനാണ്, എനിക്ക് എന്താണ് അവളോട് ഉള്ള ആ ഒരു ഇഷ്ടം പറയാൻ എനിക്ക് പറ്റണില്ല, നീ എന്താടാ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ട് നമ്മുടെ ഗൗരി അമ്മ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സിനിമകളുടെ നമ്മുടെ ഗിരിന്റെ വീട്ടിലേക്ക് പീതാംബരൻ ഉണ്ടല്ലോ, പുതിയൊരു ക്യാരക്ടർ വന്നിരിക്കുന്ന പീതാംബരൻ. പീതാംബരൻ ഗിരിയായിട്ട് എന്തൊക്കെയോ ഒരു ഇടപാടുണ്ട്. പക്ഷേ വരാൻ പോണ ഒരു എപ്പിസോഡിൽ എന്തായാലും ആ ഒരു ഇടപാട് എന്താന്ന് പറയും. ഇപ്പം എന്തായാലും എന്താന്ന് വെളിപ്പെടുത്തില്ല നമ്മുടെ ഗിരി. അപ്പോൾ പീതാംബരം വന്നിട്ട് കുഞ്ഞാറ്റയോട് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ ഗിരി കാണാണ്. ഗിരി കണ്ടിട്ട് നമ്മുടെ ഗിരി പീതാംബരനോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നീ നല്ല പ്ലാനിങ്ങോട് കൂടി എന്നെ തകർക്കാനുള്ള പ്ലാനിങ് ആണ് തോന്നുന്നു. നീ നിനക്ക് എന്താ ഉദ്ദേശം, നിന്റെ എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പീതാംബരനോട് ഗിരി ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ പീതാംബരൻ എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഗിരിയും അയാളുടെ വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, കൈയൊക്കെ ചൂണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മഞ്ജു വീടിൻ്റെ ഉള്ളിൽ ജനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ജുവിന് മനസ്സിലായി. എന്നിട്ട് മഞ്ജു ഗിരിയോട് ചോദിക്കുകയാണ്, ഗിരിയേട്ട അയാൾ ആരാണ്? ഗിരിയേട്ടനും അയാളുമായിട്ട് എന്താ ബന്ധം? ബന്ധം മീൻസ് അങ്ങനെയല്ല, എന്താണ് ഇടപാട്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗിരിക്ക് മനസ്സിലായി, ആ മഞ്ജു ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഈശ്വരൻ ഞാൻ പെട്ടു, ആ ഒരു ആലോചന ഉണ്ട് നമ്മുടെ ഗിരിൻ്റെ. അപ്പം ഗിരി വേഗം എന്തൊക്കെയോ നുണ പറഞ്ഞു. അതൊന്നും ഇല്ല മഞ്ജു, നീ അതൊക്കെ വിട് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിനെ വട്ടാക്കണ പോലെ, ഒന്നുമില്ലാത്ത പോലെ സംസാരിച്ചിട്ട് മഞ്ജുവിനെ ഒഴിവാക്കാണ് കേട്ടോ. എന്നിട്ട് മഞ്ജു ഗിരിയോട് ഒരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞിട്ട് ചോദിക്കണം. ആ ചോദിക്കും മഞ്ജു, എന്താ കാര്യം പറഞ്ഞിട്ട് പറയണേ. അപ്പം മഞ്ജു പറയും, ഗിരിയേട്ടന് എന്നെ ഡൈവോഴ്സ് ആക്കാൻ ഉദ്ദേശമുണ്ട്, അത് വേണോ എന്ന് ചോദിക്കുകയാണ്. ഗിരിയേട്ടന് അത് ആവശ്യമുണ്ടോ? ആ ഒരു രീതിയിലാണ് നമ്മുടെ മഞ്ജു ചോദിക്കുന്നത് ഗിരിയോട്. ഗിരി അത് കേട്ടിട്ടും ഗിരിന്റെ പകുതി ജീവനും പോയ പോലെയാണ് ഗിരി മഞ്ജുവിനെ നോക്കുന്നത് കേട്ടോ. മഞ്ജു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം പറഞ്ഞിട്ട് മനസ്സിൽ ആലോചിക്കണം. എന്നിട്ട് തുറന്ന് പറയും ചെയ്യുന്നുണ്ട്, മഞ്ജു എനിക്ക് എന്താണ് വട്ടായോ പറഞ്ഞിട്ട് ചോദിക്കണ ഗിരി. എല്ലാ ഗിരിയേട്ടൻ അങ്ങനെയല്ല പെരുമാറിക്കൊണ്ടിരിക്കണത്, ഏലസൊക്കെ ഊരിയല്ലോ, അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ തോന്നണത്. മഞ്ജുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഗിരി അങ്ങനെയാണല്ലോ ചെയ്തത്. സത്യം പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മഞ്ജു ഇങ്ങനെയൊന്നും ആലോചിക്കില്ല. പക്ഷെ സത്യം പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ മഞ്ജു അങ്ങനെയൊക്കെ ആലോചിച്ച് പോകും. എന്നിട്ട് ഗിരി പറയും, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടി ഇല്ല, നീ വേണ്ടാത്തതൊന്നും പറയില്ലേ മഞ്ജു, എനിക്ക് താങ്ങാൻ പറ്റില്ല, താങ്ങാൻ പറ്റാത്ത കാര്യം നീ ഇപ്പൊ പറഞ്ഞു കൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.